നീറ്റ് എക്സാമിന് ഇനി ഏകദേശം 2 മാസം കൂടിയുള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൻ്റെ സ്റ്റഡീസിലും കാര്യങ്ങളിലെല്ലാം ഇൻവോൾവ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബ്രില്യൻറ്റിൽ പഠിച്ച് തൻ്റെ ഡ്രീം ക്യാമ്പസിലെത്തിയ ഒരു മിടുക്കിയുണ്ട് നമ്മുടെ ബ്രില്യൻറ്റിൽ പഠിച്ച സന ഹനീഫ്. കഴിഞ്ഞ കൊല്ലം ബ്രില്യൻറ്റിൽ പഠിച്ച നല്ല അടിപൊളി മാർക്ക് മേടിച്ച് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡ്രീം ക്യാമ്പസിലെത്തിയാണ് ആ കുട്ടിയുടെ വിജയം കൈവരിച്ചത്. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ സന ഒരു വീഡിയോ പങ്കുവയ്ക്കുകയുണ്ടായി. അപ്പോൾ ആ വീഡിയോ 65,000-ലധികം ആളുകളാണ് ആ വീഡിയോ കണ്ടത്. അപ്പോൾ ആ വീഡിയോയിലൂടെ സന പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്റ്റഡി പാറ്റേൺ, അതുപോലെ തന്നെ ടൈം മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ ഈ സമയത്ത് നമ്മുടെ മോഡൽ എക്സാമിൻ്റെ പ്രാധാന്യം, ഇതിനെപ്പറ്റി എല്ലാം സന പറയുന്നുണ്ട്. അപ്പോൾ ഈ എക്സാം അടുത്തിരിക്കുന്ന, അതായത് നീറ്റ് എക്സാം അടുത്തിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് സന കഴിഞ്ഞ കൊല്ലം പറഞ്ഞത്. അത് ഒരിക്കൽ കൂടി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. എൻ്റെ പേര് സന ഹനീഫ്. ഞാൻ നീറ്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാലിച്ചിരുന്ന കുറച്ച് രീതികളുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. അതായത് ഞാൻ നീറ്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച മുതൽ തന്നെ നല്ലൊരു ഷെഡ്യൂളായിട്ടായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. അതായത് ഉറങ്ങാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുമ്പോൾ അതിന് മുമ്പ് തന്നെ നല്ല ഷെഡ്യൂൾ ചെയ്യുക. നാളെ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ തലേന്ന് രാത്രി തന്നെ തീരുമാനിച്ചിട്ടായിരിക്കണം ഉറങ്ങേണ്ടത്. അപ്പോൾ ബയോളജിക്ക് ഒരു ടൈം ഷെഡ്യൂൾ ചെയ്യുക, ഫിസിക്സിന് ഒരു ടൈം, അതുപോലെ കെമിസ്ട്രിക്ക് ഒരു ടൈം. അപ്പോൾ നമുക്ക് അത് വൃത്തിക്ക് ഒരു ദിവസം തന്നെ 3 കവർ ചെയ്യാനുള്ള ടൈം നമുക്ക് കിട്ടും. അതുപോലെ എക്സാം ഇനിയിപ്പം നീറ്റ് വരാൻ ഇനി 2-3 മാസം കൂടിയേ ബാക്കിയുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്താൽ ആ സമയത്ത് നമുക്ക് ഈ ഷോർട്ട് നോട്ട്സ് നോക്കിയാൽ കുറേ കാര്യങ്ങൾ നമുക്ക് അപ്പോൾ കവർ ചെയ്യാൻ പറ്റും. ഫിസിക്സ് ഒക്കെ NCERT ലാസ്റ്റ് ടൈം കുറച്ച് ഫിസിക്സ് NCERT നോക്കാൻ ശ്രമിക്കുക. കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിലും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ഉണ്ടാവും, അതൊക്കെ കവർ ചെയ്യുക. ഈ റേ ഓപ്റ്റിക്സ് അതൊക്കെ നല്ല ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ്. അപ്പോൾ അത് NCERT, ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി, അതൊക്കെ NCERT വായിച്ചാൽ നല്ല വൃത്തിക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ ചെറിയ നോട്ട് പാഡ്സ് ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് കുറേ പോയിന്റ്സ് അത് എഴുതിയിട്ട് നമ്മൾ ഇങ്ങനെ ചുമരിലൊട്ടിച്ചാൽ പാസ് ചെയ്യുമ്പോൾ നമുക്കത് വായിക്കാനുള്ള എളുപ്പമായിരിക്കും. എൻ്റെ റൂമൊക്കെ ഫുള്ള് അങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുക. അപ്പോൾ ഞാൻ രാവിലെ എത്ര മണിക്ക് എണീക്കുക വെച്ചാൽ 5 മണിക്ക് എണീക്കും. എനിക്ക് രാവിലെ പഠിക്കുന്ന ഒരാളാണ്. അപ്പോൾ 5 മണിക്ക് എണീച്ചാൽ പിന്നെ ഒരു 8 മണി വരെ പഠിക്കും. 8 മണിക്ക് പഠിച്ചാൽ ഒരു അരമണിക്കൂറൊക്കെ ബ്രേക്ക് എടുക്കും. 8 മണിക്ക് ബ്രേക്ക് എടുത്ത് ഒരു 8:15, 8:20 ആകുമ്പോൾ തിരിച്ചു വന്ന് വീണ്ടും പഠിക്കാനിരിക്കും. ബയോളജിയാണ് രാവിലെ ഞാൻ മെയിനായിട്ട് പഠിക്കുക. കാരണം കുറേ കാര്യങ്ങൾ എനിക്കപ്പോൾ നല്ലോണം തലയിൽ കയറും. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ അത് ചെയ്യും. പിന്നെ ഉച്ചക്ക് ഒരു അരമണിക്കൂർ ലഞ്ച് ബ്രേക്ക് എടുക്കും. അതുപോലെ ടൈം അങ്ങനെ കളയാറില്ലായിരുന്നു. അതായത് ആ സമയത്ത് നമുക്ക് മാക്സിമം പഠിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഉച്ചക്ക് ലഞ്ച് ബ്രേക്ക് എടുത്താൽ പിന്നെയും പഠിക്കാനിരിക്കും. പിന്നെ വൈകുന്നേരം 25 മിനിറ്റ്സ് ചായ കുടിക്കാൻ അങ്ങനെ ഇതെടുക്കും. പിന്നെ വീണ്ടും പഠിത്തം, പിന്നെന്താ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1 മണിക്കൂർ. പിന്നെ രാത്രി ഞാൻ 11:30 ആകുമ്പോൾ കിടക്കാറുണ്ടായിരുന്നു. ഞാനെല്ലാം എങ്ങനെ പഠിച്ചു വെച്ചാൽ എല്ലാം കാണാപ്പാടം, അതായത് ബൈഹാർട്ടിങ് സിസ്റ്റം ആയിരുന്നില്ല എൻ്റെത്. അതായത് ഞാൻ മാക്സിമം കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുന്ന ഒരാളായിരുന്നു. അതായത് ബയോളജി ലെക്ചർ നോട്ട്സ് ആദ്യം പ്രിഫർ ചെയ്യാറുണ്ടായിരുന്നു. അതായത് ചില ചാപ്റ്റേഴ്സിന് ലെക്ചർ നോട്ട്സ് പഠിച്ചാൽ NCERT പെട്ടെന്ന് മനസ്സിലാക്കാൻ എളുപ്പമായിരുന്നു. അതുപോലെ കെമിസ്ട്രി, അതുപോലെ ഇനോർഗാനിക് NCERT മാത്രം മതി. പക്ഷേ ഓർഗാനിക്, റിയാക്ഷൻ മെക്കാനിസം, ആ ഒരു ചാപ്റ്റേഴ്സ് എല്ലാം ഇവിടുത്തെ ലെക്ചർ നോട്ട്സ് പഠിച്ചിട്ട് നമ്മൾ NCERT ചെയ്യുന്നതാണെങ്കിൽ ഓർഗാനിക് നമുക്ക് അത്ര സിമ്പിളായിട്ട് മാറും. ഇനോർഗാനിക് NCERT മാത്രം മതി. അതുപോലെ ഫിസിക്സ് ഞാൻ മെയിനായിട്ട് ഏറ്റവും കൂടുതൽ കൺസെപ്റ്റിന് കുറേ സമയം എടുക്കുമായിരുന്നു. അതായത് ഫിസിക്സ് മെയിൻലി കൺസെപ്റ്റ് ശരിയാക്കിയാൽ നമുക്ക് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ അറിയാത്തത് വന്നാലും നമുക്കത് കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ അത് വൃത്തിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ കൺസെപ്റ്റ് മെയിൻലി വൃത്തിക്ക് മനസ്സിലാക്കി പഠിക്കുക. അതായത് ആദ്യം കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നതായിരുന്നു എൻ്റെ രീതി. അപ്പോൾ അതാണ് എനിക്ക് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് തോന്നിയത്. നീറ്റ് ക്രാക്ക് ചെയ്യാന്ന് വെച്ചാൽ അത്ര വലിയ കഷ്ടപ്പാടുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് വൃത്തിക്ക് ടൈം ഷെഡ്യൂൾ ചെയ്ത് നല്ല വൃത്തിക്ക് ഇവർ ബ്രില്യൻറ്റ് പറയുന്ന പോലെ ഫോളോ ചെയ്ത് പോയാൽ നമുക്കത് വൃത്തിക്ക് ക്രാക്ക് ചെയ്യാൻ തന്നെ പറ്റും. നമ്മൾ വിചാരിക്കും ഇവർ പറയുന്നത് പഠിക്കണോ വേണ്ടോ, പക്ഷെ അതുപോലെ അവരെങ്ങനെയാണോ പറയുന്നത്, അവരെ എക്സാംസ് ഒക്കെ എല്ലാം മോഡലെല്ലാം ഒന്നും വിടാതെ തന്നെ എല്ലാം അറ്റൻഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സാമിന് വരാമെന്ന് പറയാൻ പറ്റില്ല. കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ബ്രില്യൻറ്റിൽ കണ്ട ക്വസ്റ്റ്യൻസ് അതുപോലെ ചോദിക്കും. അപ്പോൾ അത് നമുക്ക് വേഗം പെട്ടെന്ന് ചെയ്യാനും പറ്റും. അപ്പോൾ മോഡൽ എക്സാംസ് എന്തായാലും എഴുതാൻ നോക്കുക. കാരണം അതിലത്തെ കുറേ ക്വസ്റ്റ്യൻസ് അതുപോലെ വാല്യൂ വരെ മാറ്റാണ്ട് അങ്ങനെ തന്നെ തരുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ബയോളജി ആയാലും ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും.
അപ്പോൾ ഈ കഴിഞ്ഞ എക്സാമിനൊക്കെ അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചായിരുന്നു. ബ്രില്യൻറ്റ് മോഡൽ എക്സാംസിന് ചോദിച്ച കുറേ ക്വസ്റ്റ്യൻസ് അതിൽ തന്നെ വന്നിട്ടുണ്ട്. ടെൻഷൻ അടിച്ചാൽ നമുക്ക് ഇല്ലതും കൂടി പോവുകയല്ലാണ്ട് പിന്നെ എക്സ്ട്രാ ഒന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പം നമ്മളുടെ സമയം കൂടി അപ്പോൾ കളയുന്നതല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പോൾ ടെൻഷൻ അടിക്കാതെ വൃത്തിക്ക് പഠിക്കാൻ നോക്കുക. അപ്പോൾ എനിക്ക് എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ള വെച്ചാൽ ഇനിയുള്ള സമയം നല്ല വൃത്തിക്ക് സമയം കളയാതെ നല്ല വൃത്തിക്ക് പഠിക്കാൻ നോക്കുക. അപ്പോൾ ഈ വർഷം നീറ്റ് എഴുതാൻ പോകുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ആശംസകൾ. ഓൾ ദ ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.